അങ്ങനെ ഞാൻ ആഗ്രഹിച്ച പോലെ ആർക്കും കിട്ടാത്തൊരു ജോലി എനിക്ക് കിട്ടി. ഒരു വെറൈറ്റി ജോലി. എടാ എന്താ ജോലി? ഐസ് കട്ടയില്ലേ, അതിൽ പെയിന്റ് അടിക്കണം, പല പല കളർ. അല്ല ഈ ഐസ് കെട്ടില് പെയിന്റ് എന്ന് പറയുമ്പോ ഒലിച്ചു പോകത്തില്ലേ? പോകണമല്ലോ. പോകുമ്പോ ഞാൻ വീണ്ടും വീണ്ടും അടിക്കും. എന്റെ പെയിന്റ് അടി കണ്ട് മുതലാളി അപ്പൊ തന്നെ വീണു. കൂട്ടുകാരാ അടിപൊളി. ഇനി എന്റെ ജോലി എന്താന്ന് കേട്ടോ. ഓ, അത് കേൾക്കാൻ വേണ്ടി എന്റെ പെരുവരലോട്ട് തലവരെ തരിച്ചിരിക്കുക. പറ. പോത്തില്ലേ, പോത്തിനെ അഴിച്ചു കെട്ടണം. ഇതാണ് എന്റെ ജോലി. അഴിച്ചു കെട്ടണം എന്ന് പറഞ്ഞാൽ? എടാ നമ്മളെ വലിയ പോത്തില്ലേ, ആ പോത്തിന്റെ കഴുത്തുള്ള കയറ് അഴിക്കുക, എവിടെയെങ്കിലും കെട്ടുക, വീണ്ടും അതുപോലെ അഴിക്കുക, കെട്ടുക. ഓ, അപ്പൊ ഒരു 100 പോത്ത് കാണുമല്ലേ? ഒരെണ്ണം, ഒറ്റ പോത്ത്. ഒറ്റ പോത്തേ ഉള്ളല്ലേ? എനക്കപ്പൊ സുഖ ജോലിയാണല്ലേ അളിയാ. പക്ഷെ നമുക്ക് അവസാനം ജോലി കിട്ടിയടാ. സത്യവളിയാ, പാപ്പയെ വിളിച്ച് ഞാൻ അപ്പോഴേ പറഞ്ഞു, ഇനി ജോലിക്കൊന്നും പോകണ്ട, നിങ്ങളുടെ മോൻ നോക്കിക്കോളൂന്ന് വീട്. ഓ, അതിനു വേണ്ടിയൊക്കെ ആയോടാ നീ. ഞാനും അച്ഛനെ വിളിച്ച് പറഞ്ഞില്ലയാ, ശമ്പളം കുറവായിരിക്കും പക്ഷെ സന്തോഷം കൂടുതലാണ്. ശമ്പളം എത്രയുണ്ട്? 2555 ഡെയിലി? മന്ത്ലി. ആഹാ, എങ്കിൽ ഇത്തിരി അധികം സന്തോഷം നല്ലതാ. പറ്റ് നിനക്കിനി ഇവിടെ കടം തരൂല. അതല്ല, പറ്റ് തീർക്കാനാ ഞാൻ വന്നത്. 3 ബുക്കിന്റെ പറ്റാണ് നീ തരാനുള്ളത്. എടോ, ഈ 3 ബുക്കിന്റെ പൈസ ചേർത്ത് ഞാൻ തരാം. പറ്റ് പറ. 17,298. EMI ഉണ്ടോ? EMI ഉണ്ടോ? പറ്റ് മേടിച്ചിട്ട് EMI അടിച്ചിന്റെ പല്ലിയാൻ കിടക്കും. എങ്കിൽ 1 വർഷം കൊണ്ട് ഈ പറ്റ് ഞാൻ തീർക്കും. എനിക്ക് ജോലി കിട്ടി. ബൈ. ചേട്ടാ, അദ്ദേഹം കുളങ്ങര പ്രസിഡന്റ് അല്ലേ? ആണ്. ചേട്ടാ, ഇത്തവണത്തെ ഉത്സവത്തിനെ എന്റെ വക ഒരു പരിപാടി ഞാൻ സ്പോൺസർ ചെയ്യുന്നു. ശിങ്കാരി മേളം എത്രയാവും? 6 ലക്ഷം രൂപ. 6 ലക്ഷം. ഒരേ കൊറ്റയ്ക്ക് ഒന്ന് കൊട്ടാൻ പറ്റുമോ? ജില്ലം പടപട നീ ഒറ്റയ്ക്ക് കൊട്ടിക്കോ. അങ്ങനെ തന്നെ. ഓ, എന്റെ കൈ ധരിക്കുന്നു. പോത്തിനായിരിക്കണം കെട്ടണം.